നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ കേരളം തയ്യാറായി കഴിഞ്ഞു. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കാം എന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. അതായത് ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി മുന്നോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്നത് ഈ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കുക എന്നതാണ്. അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ അടക്കമുള്ള ഏകോപനം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കേരളം കാത്തിരിക്കുന്നത് എന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നതാണ്. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്. 2026 നിയമസഭാ തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്ന സൂചനകൾ ആണ് പുറത്തുവരുന്നത്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ തന്നെ തീയതി പ്രഖ്യാപിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ്. കേരളം മാത്രമല്ല, കേരളത്തോടൊപ്പം തന്നെ തമിഴ്നാട്, പുതുച്ചേരി, അസം, പശ്ചിമ ബംഗാൾ എന്നിങ്ങനെ 5 സംസ്ഥാനങ്ങൾ. അതിൽ പുതുച്ചേരി നമുക്ക് സംസ്ഥാനം എന്ന് വിലയിരുത്താൻ പറ്റില്ല. എങ്കിൽ പോലും 5 സംസ്ഥാനങ്ങളിൽ ആണ് കേരളത്തോടൊപ്പം തന്നെ വിധിയെഴുത്ത് നടക്കുന്നത്. ഇവിടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിനുള്ള സമയം എന്നത് 15-ാം തീയതി വരെയാണ്. മാർച്ച് 15 വരെയാണ്. അതായത് നാളെ വരെയാണ്. ഒരു പക്ഷേ ഈ 15-ാം തീയതിക്ക് ശേഷം നാളെ വൈകിട്ടോടുകൂടിയോ അതല്ല എങ്കിൽ നാളെ കഴിഞ്ഞോ വരും ദിവസങ്ങളിലോ വളരെ പെട്ടെന്ന് തന്നെ ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പശ്ചിമ ബംഗാളിൽ ആണ്. കഴിഞ്ഞ തവണ 8 ഘട്ടങ്ങളായാണ് പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് നടന്നത്. പിന്നീട് അസമിലും തമിഴ്നാട്ടിലുമൊക്കെ പല ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് കേരളത്തിൽ ഒറ്റഘട്ടമായി തന്നെ വോട്ടെടുപ്പ് നടക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയും അത്തരത്തിൽ തന്നെ ഒറ്റഘട്ടമായി തന്നെയാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. ഇത്തവണയും അതിന് സമാനമാകുന്ന സാഹചര്യത്തിലായിരിക്കും വോട്ടെടുപ്പ് നടക്കുക എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. അവിടെ വോട്ടെടുപ്പ് തീയതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രേക്ഷകരോട് അടുത്ത ഡേറ്റ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ സൂചിപ്പിക്കുന്നു. ഇത് നമ്മൾ ഉറപ്പിച്ചു പറയുന്ന ഒന്നല്ല, എങ്കിലും ഒരു സാധ്യത എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏപ്രിൽ 16-നും 20-നും ഇടയിൽ കേരളത്തിൽ വോട്ടെടുപ്പ് നടന്നേക്കും എന്ന സൂചന തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് ഓരോ സംസ്ഥാനങ്ങളിലും വിവിധ ഘട്ടങ്ങളിൽ നടക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ വോട്ട് എടുപ്പ് കേരളത്തിൽ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ പിന്നീട് ഒരു പക്ഷേ അടുത്തത് ആയി നമുക്ക് പരിഗണിക്കേണ്ടി വരുന്നത് ഏപ്രിൽ 25-ന് ശേഷമോ മെയ് 10-ന് മുമ്പോ എന്നതാണ്. അങ്ങനെയെങ്കിൽ അത് ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ വോട്ടെടുപ്പ് പോകുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. പക്ഷേ തുടക്കത്തിൽ തന്നെ ഉണ്ടാകും എന്ന സൂചന. ഏപ്രിൽ 16-നും 20-നും ഇടയിൽ തന്നെ വോട്ടെടുപ്പ് നടന്നേക്കും എന്നതിന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പ്രഥമ പരിഗണനയായി കാണുന്നത് എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞകാല ചരിത്രം കൂടി ഒന്ന് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. അതുമായി നമുക്കൊന്ന് വളരെ പെട്ടെന്ന് താരതമ്യം ചെയ്ത് പോകേണ്ടതുണ്ട്. കഴിഞ്ഞ 2021 വോട്ടെടുപ്പ് നടന്നത് ഏപ്രിൽ 6-നായിരുന്നു. വോട്ടെണ്ണൽ മെയ് 2-നായിരുന്നു. പ്രിയ പ്രേക്ഷകരെ അവിടെ ഓർമ്മിപ്പിക്കേണ്ടത് അത് കോവിഡ് കാലഘട്ടം ആയിരുന്നു എന്നതും അതോടൊപ്പം തന്നെ വോട്ടെടുപ്പ് പൂർത്തിയായി ഏതാണ്ട് ഒരു മാസത്തോളം ഫലത്തിനു വേണ്ടി കേരളം കാത്തിരുന്ന സാഹചര്യവും ആണ് ഉണ്ടായത് എന്നതാണ്. ഇനി നമ്മൾ 2016 ഡേറ്റയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല. വോട്ടെടുപ്പ് വൈകിയാണ് നടന്നത്. വോട്ടെടുപ്പ് മെയ് 16-നാണ് നടന്നത്. വോട്ടെണ്ണൽ 19-നുമാണ് നടന്നത്. അതാണ് നേരത്തെ നമ്മൾ 2 സാധ്യതകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുമാത്രവുമല്ല, ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് നിലവിൽ 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലാവധി അത് അവസാനിക്കുന്നത് 2026 മെയ് 23-നാണ്. 15-ാം കേരള നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് വോട്ടെടുപ്പ് പൂർത്തിയാക്കി, വോട്ടെണ്ണൽ പൂർത്തിയാക്കി പുതിയ സർക്കാർ അധികാരത്തിലേറേണ്ട സാഹചര്യം ആണ് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ആണ് തെരഞ്ഞെടുപ്പ് തീയതിയുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാൻ സാധിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, നടപടിക്രമങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആണ് പൊതുവിൽ പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ പശ്ചിമ ബംഗാളിലാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പരാതികൾ തുടരുന്ന പശ്ചാത്തലം. എങ്കിലും ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും എന്ന് വേണ്ടേ നമുക്ക് പ്രതീക്ഷിക്കാൻ? അഭിലാഷ്, നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. നാളെയോ മറ്റന്നാളോ അടക്കം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. കൂടുതലും മറ്റന്നാൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും
ഈ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. അത്തരത്തിൽ മാത്രമാണ് നീങ്ങാൻ കഴിയുന്നത്. കാരണം നമുക്ക് 2016-ലെയും 2021-ലെയും ഒക്കെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മെയ് മാസത്തിന് മുമ്പ് പൂർണ്ണമായും പുതിയ സർക്കാരുകൾ അധികാരത്തിൽ വരണം. മെയ് 23 കേരളത്തിൻ്റെ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതെങ്കിൽ മെയ് 7 തമിഴ്നാട്ടിലെയും ബംഗാളിലെയും ഒക്കെ സർക്കാരുകളുടെ കാലാവധി അവസാനിക്കുന്നത്. സർക്കാരുകളുടെ കാലാവധി അവസാനിച്ചാൽ സാധാരണ അതിന് തൊട്ട് മുമ്പ് തന്നെ പുതിയ സർക്കാരുകൾ വരിക എന്നുള്ളതാണ്. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇടക്കാല സർക്കാരിനുള്ള ദിവസം പ്രത്യേകം നീട്ടി നൽകി അതിനുശേഷം സർക്കാരുകൾ രൂപീകരിക്കുക, അങ്ങനെയുള്ള അസാധാരണമായ പതിവുകളുമൊക്കെ ഉണ്ട്. പക്ഷേ മെയ് മാസത്തിൽ എന്തായാലും മെയ് അവസാന വാരത്തിനുള്ളിൽ തന്നെ ഏകദേശം പകുതി കഴിയുന്നതോടുകൂടി തന്നെ എന്തായാലും കേരളത്തിലായാലും ബംഗാളിലായാലും തമിഴ്നാട്ടിലായാലും പുതുച്ചേരിയിലായാലും ആസാമിലായാലും ഇവിടെയെല്ലാം പുതിയ സർക്കാരുകൾ വരേണ്ടതുണ്ട്. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ നടത്തുക. നമുക്ക് 2016-ലെ ഒരു നോട്ടിഫിക്കേഷൻ അതിൻ്റെ ഡേറ്റ് അതിൻ്റെ തെരഞ്ഞെടുപ്പൊക്കെ പരിശോധിച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നത് 2014 വന്നത് ഏപ്രിൽ 22 നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 29 പിൻവലിക്കാനുള്ള അവസാന തീയതി മെയ് 2 പോളിംഗ് നടന്നത് മെയ് 16 മെയ് 19 തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത്. അപ്പോൾ ഏകദേശം 27 ദിവസങ്ങളായിരുന്നു നോട്ടിഫിക്കേഷനും പോളിംഗിനും ഇടയ്ക്കുണ്ടായിരുന്നത്. 27 ദിവസങ്ങളാണ് പ്രധാനമായും പ്രചരണത്തിന് ലഭ്യമായിരുന്നത്. അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ മെയ് 16 നടക്കുന്നെങ്കിൽ മെയ് 19 തന്നെ അന്ന് വോട്ടെണ്ണൽ നടക്കുന്നു. പക്ഷേ 2021 അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. 2021 മാർച്ച് 12 നോട്ടിഫിക്കേഷൻ വന്നത്. മാർച്ച് 12 നോട്ടിഫിക്കേഷൻ വരുന്നെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്ന നോട്ടിഫിക്കേഷനുകൾ ഏകദേശം ഒരു മാസം മുമ്പ് നോട്ടിഫിക്കേഷൻ 2021 വന്നിരുന്നു എന്നതുകൂടി ആലോചിക്കണം. അന്ന് നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി മാർച്ച് 19 എന്തായാലും അത്രയും നേരത്തെ നോട്ടിഫിക്കേഷൻ ഇല്ല എന്നുള്ളതും അതുകൂടി മാർച്ച് 12 എന്നുള്ള തീയതി ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ മറ്റു തീയതികളിൽ എന്തായാലും ഉറപ്പായും നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 22. വോട്ടെടുപ്പ് നടന്നത് ഏപ്രിൽ 6 വോട്ടെണ്ണൽ നടന്നത് നേരത്തെ തന്നെ അഭിലാഷ് പറഞ്ഞതുപോലെ മെയ് 2 വോട്ടെണ്ണലിനും വോട്ടിങ്ങിനും വോട്ടെണ്ണലിനും തമ്മിൽ ഒരു മാസത്തോളം നീണ്ട ഒരു വലിയ വ്യത്യാസം, 27 ദിവസത്തെ ഒരു വലിയ വ്യത്യാസം ഇതിനിടയിൽ കേരളത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇക്കുറി അങ്ങനെ വ്യത്യാസം ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ അപ്പോഴും ഈ നോട്ടിഫിക്കേഷൻ വരേണ്ട സമയം ഇപ്പോൾ ആയിരിക്കുന്നു എന്ന് തന്നെ കണക്കാക്കണം. അന്നും 25 ദിവസമാണ് ഈ പോളിംഗിനും നോട്ടിഫിക്കേഷനും ഇടയിൽ ഉള്ള ദിവസങ്ങൾ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 15-നും 20-നും ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് കരുതുക. അങ്ങനെ 15-നും 20-നും ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ആഴ്ച നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വോട്ട് പോളിംഗ് നടക്കാനുള്ള പ്രധാനമായും തീയതി ഏപ്രിൽ 16-നും 20-നും ഇടയിൽ വോട്ടെടുപ്പ് നടക്കാനാണ് പ്രധാനപ്പെട്ട ഒരു സാധ്യത. ഈ ദിവസങ്ങൾ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഈ 25-27 ദിവസം എന്നുള്ളതാണ് പ്രധാനമായ ഒരു കണക്ക് വരുന്നത്. അങ്ങനെയാണ് മുൻ വർഷങ്ങളിലൊക്കെയും തന്നെ സാധാരണ നോട്ടിഫിക്കേഷനും ഈ പോളിംഗിനും തമ്മിൽ ഇടയ്ക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന അവസരം. പ്രത്യേകിച്ച് കേരളം ഒരു ഘട്ടമായി തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ ചിലപ്പോൾ ഒന്നിലേറെ ഘട്ടങ്ങളുണ്ടാകും. ബംഗാളിൽ എന്തായാലും അങ്ങനെ ഘട്ടം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ബംഗാൾ കഴിഞ്ഞ തവണ 8 ഘട്ടമായിരുന്നു. അതിന് മുമ്പത്തെ തവണ 2016-ൽ 6 ഘട്ടമായിരുന്നെങ്കിൽ 2021-ൽ അത് 8 ഘട്ടമായിരുന്നു. അത് ഇത്തവണ കേന്ദ്ര സർക്കാരും ബംഗാളിലെ മമതാ ബാനർജി സർക്കാരും തമ്മിലുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ അവിടെ തൃണമൂൽ കോൺഗ്രസുകാർ പോളിംഗ് ബൂത്തുകളിൽ അട്ടിമറി നടത്തുമെന്നൊക്കെ BJP ശക്തമായ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ദിവസങ്ങൾ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ട് കൂടുതൽ ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടത്താനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അവിടെയും വോട്ടെണ്ണൽ പൂർത്തിയായി 2 വലിയ സംസ്ഥാനങ്ങൾ ആലോചിക്കണം. ബംഗാളായാലും തമിഴ്നാടായാലും 2 വലിയ സംസ്ഥാനങ്ങളാണ്. ഈ 2 വലിയ സംസ്ഥാനങ്ങൾ വോട്ടെണ്ണൽ പൂർത്തിയാക്കാത്ത എളുപ്പമല്ല. ഭൂപ്രകൃതി തന്നെ അതിവിശാലമാണ്. പ്രത്യേകിച്ച് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രയാസമേറിയ വോട്ടെടുപ്പ് പൂർത്തിയാക്കേണ്ട സംസ്ഥാനങ്ങളൊന്ന് ബംഗാളാണ്, 2 തമിഴ്നാടാണ്. അത് കഴിഞ്ഞാൽ കേരളവും അസവുമാണ്. അതും താരതമ്യേന തീരെ ചെറിയ സംസ്ഥാനങ്ങളല്ല. അത് എന്നാലും ചെറിയ സംസ്ഥാനങ്ങൾ. ഈ 2 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ സംസ്ഥാനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന് പുതുച്ചേരിയാണ്. പുതുച്ചേരി അങ്ങനെ നമുക്ക് ആ തരത്തിൽ ഗൗരവമായി കാണേണ്ടതില്ല. ഏത് ദിവസവും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പ്രത്യേകിച്ച് അതിന് കൂടുതൽ കേന്ദ്രസേനയെ എത്തിക്കുക അല്ലെങ്കിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുക അങ്ങനത്തെ പ്രായോഗിക വിഷയങ്ങൾ വരുന്നില്ല. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഇപ്പോൾ ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ 16-നും 20-നും ഇടയ്ക്ക് വോട്ടെണ്ണൽ നടക്കാനാണ് ഒരു സാധ്യതയുള്ളത്. അങ്ങനെയല്ല, ഇനി കുറച്ചുകൂടി 2016-ലെ മാതൃകയിൽ കുറെ കൂടി ദീർഘമായ ഒരു പ്രോസസ്സിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നതെങ്കിൽ ഏപ്രിൽ 25-ന് ശേഷം മെയ് 10-ന് ഇടയ്ക്ക് വോട്ടെടുപ്പ് നടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം കാലാവധി അത്രത്തോളമുണ്ട്. മെയ് 23-നുള്ള കാലാവധിയുണ്ട്. കേരളം അവസാന ഘട്ടത്തിൽ മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ വെല്ലുവിളിയാവും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച്. കാരണം പ്രചരണത്തിൻ്റെ ദിവസം കൂടുന്തോറും അവർക്കുണ്ടാകുന്ന പണച്ചെലവ്, ശാരീരിക അധ്വാനം, മറ്റ് അധ്വാനങ്ങൾ അതെല്ലാം വളരെ വലുതാണ്. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ നീട്ടിപ്പോകാൻ കേരളം അങ്ങനെ ഒരു പ്രശ്നബാധിത സംസ്ഥാനമായി അല്ലെങ്കിൽ
പോളിംഗിന് വേണ്ടി വലിയ രീതിയിലുള്ള കേന്ദ്രസേനയുടെ വിന്യാസമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള വലിയ സൗകര്യങ്ങൾ ഒരുക്കൽ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും കേരളത്തിലെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് ബൂത്തുകളിൽ മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും പ്രശ്ന സാധ്യതയുള്ളത്. അത് തമിഴ്നാടിനെയോ അല്ലെങ്കിൽ ബംഗാളിനെയൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു പ്രശ്നമായി തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി കാണുന്ന ഒരു വിഷയം കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എപ്പോഴും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക അങ്ങനെ ഒരു ലൈൻ തന്നെ സ്വീകരിക്കാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാവും. ഈ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായാൽ പ്രധാനമായും ഏപ്രിൽ 16 എന്ന് നമ്മൾ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഏപ്രിൽ 14, 15 ഒക്കെ അവധിയാണ്, വിഷു ദിവസങ്ങളൊക്കെയാണ്. ഈ വലിയ ആഘോഷങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഒരു സംസ്ഥാനത്തും ആ സംസ്ഥാനത്തിൻ്റെ വലിയ ആഘോഷങ്ങൾ വരുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താറില്ല. ആഘോഷങ്ങൾക്ക് ശേഷം ആ തീയതികൾ ഒഴിച്ചിട്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും പരിഗണിക്കും. അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ ഏപ്രിൽ 16 മുതൽ 20 വരെയുള്ള തീയതികളാണ് കേരളത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത. ഇനി അതല്ല കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മറ്റേതെങ്കിലും കാരണത്താൽ കുറെ കൂടി നീട്ടിവെക്കണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമെങ്കിൽ അത് പരമാവധി പോകാൻ സാധ്യതയുള്ളത് ഏപ്രിൽ 25 ശേഷവും മെയ് 10 ഇടയ്ക്കിലാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് തീർച്ചയായും അവിടെ കിരൺ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 14, 15 എന്ന തീയതികളിലേക്കൊക്കെ വരുമ്പോൾ അത് ഒരു തരത്തിലൊരു ഉത്സവ സീസൺ എന്ന ആഘോഷ സമയം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നോമ്പ് തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പിന്നീട് ഈസ്റ്ററും വിഷുവും ഒക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പോലും പ്രാദേശികമായ ആഘോഷ പരിപാടികൾ നോക്കിയാണ് സമയം നിശ്ചയിക്കാറുള്ളത്. ഇവിടെ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായൊക്കെ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അവരെല്ലാവരും തന്നെ ആവശ്യപ്പെട്ടത് കഴിയുന്നത്ര ഏപ്രിൽ 20-നും 30-നും ഇടയിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതായിരുന്നു. ഒപ്പം ചേർത്ത് വെക്കേണ്ട ഒന്ന് SIRന് ശേഷം വരാൻ പോകുന്ന ഒരു വോട്ടെടുപ്പ് എന്ന പ്രത്യേകതയുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം ഒരുപക്ഷെ കേരളത്തിൽ റെക്കോർഡ് പോളിംഗ് ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടി ശുദ്ധീകരിച്ച ഒരു വോട്ടേഴ്സ് ലിസ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് പേര് ചേർക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും. അപ്പോൾ എന്താണ് കിരൺ അതുകൂടി ചേർത്ത് വെച്ച് പറയേണ്ടത്? അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാകുമെന്ന് പൊതുവിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പ്രതീക്ഷയുണ്ടോ? അഭിലാഷ്, ഇതിനെ രണ്ട് തരത്തിൽ കാണണം. ബംഗാളിൻ്റെ ഒരു SIRന്റെ അവസ്ഥയല്ല കേരളത്തിലെ SIRന്റെ അവസ്ഥ. ബംഗാളിനെ സംബന്ധിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആളുകളുടെ പേരുകൾ ഒഴിവാക്കിയതിനെതിരെ ബംഗാൾ സർക്കാർ, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസും CPM ഒക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും എതിർപ്പുകളും ഒക്കെ ഉയർത്തുന്നുണ്ട്. അത് വ്യാപകമായ വെട്ടിനിർത്തലുകൾ ഉണ്ടായി എന്നുള്ള വലിയ പരാതിയുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഗൗരവമായ പരാതിയിലേക്ക് ചില മണ്ഡലങ്ങളിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞതും കൂടിയതുമായി ബന്ധപ്പെട്ടും അത് തിരുവനന്തപുരത്ത് BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കൂടുതൽ കണക്ക് നോക്കുമ്പോൾ ശതമാനം നോക്കുമ്പോൾ കൂടുതൽ പേരുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അതൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ അത് ഒരു പ്രധാനപ്പെട്ട ചർച്ചയാവുന്നില്ല. പക്ഷേ ബംഗാളിൽ അങ്ങനെയല്ല. ബംഗാളിൽ ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണ്. SIR എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ നേരിട്ട് സുപ്രീം കോടതിയിലെത്തി ഇത് വാദിക്കുന്നു. കോടതി മമതാ ബാനർജിയെ കേൾക്കാൻ തയ്യാറാവുന്നു. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഒരു മുഖ്യമന്ത്രി സ്വന്തം സംസ്ഥാനത്തിന്റെ വിഷയത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി അഭിഭാഷക കുപ്പായം അണിഞ്ഞ് വാദിക്കുക എന്നുള്ളതും ആ വാദത്തിൽ അവരുടെ വാദങ്ങൾ കോടതി പരിഗണിക്കാം എന്ന് അംഗീകരിക്കുക എന്നുള്ളത് അത് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ മമതാ ബാനർജി വളരെ പ്രധാനമായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. BJP അതിനെ പ്രതിരോധിച്ച് രംഗത്തുണ്ട്. കേരളത്തിന്റെ അവസ്ഥ പക്ഷേ അങ്ങനെയല്ല. അതൊരു പ്രധാനപ്പെട്ട കേരളത്തിൽ ഇടതുമുന്നണിയോ വലതുമുന്നണിയോ അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടയായോ അല്ലെങ്കിൽ വിഷയമായോ ഉന്നയിക്കുന്നില്ല. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ SIR വന്നപ്പോൾ സ്വാഭാവികമായും വോട്ടിംഗ് ശതമാനത്തിൽ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൽ കുറവുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പരമാവധി പേർ ഒരു വോട്ടർ പട്ടികയിൽ ഒരു മണ്ഡലത്തിലുള്ള വോട്ടർ പട്ടികയിലുള്ള എല്ലാവരും ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നവരാവില്ല. മരിച്ചവർ പലരും ഇതിൽ കടന്നുകൂടിയിട്ടുണ്ടാവും. ചിലർക്ക് ഒന്നിലേറെ മണ്ഡലങ്ങളിൽ വോട്ടുള്ള ആളുകൾ ഉണ്ടാവും. ചിലർ ആ പ്രദേശത്ത് നിന്ന് എന്നോ താമസം മാറിപ്പോയ ആളുകളാകും. പക്ഷേ അപ്പോഴും വോട്ടർ പട്ടികയിൽ അവരുടെ പേര് അവിടെ തന്നെ തുടരുകയായിരിക്കും. അവർക്ക് മറ്റെവിടെയെങ്കിലും ചിലപ്പോൾ വോട്ട് കാണാതിരിക്കാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൊണ്ട് സ്വാഭാവികമായും ഒരു മണ്ഡലത്തിൽ എത്താൻ കഴിയുന്ന പരമാവധി പേരെ എത്തിച്ചാലും വോട്ടിംഗ് ശതമാനം 90% മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായിരുന്നു. കാരണം 10%-ഓളം സ്വാഭാവികമായി വരാത്ത ഒരു 10% പേർ പിന്നീട് ഈ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ജീവിച്ചിരിക്കാത്തവരോ അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരോ അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ സ്ഥിരമായി താമസമാക്കിയിട്ടും ഇപ്പോഴും വോട്ട് മാത്രം മറ്റു മണ്ഡലത്തിൽ നിൽക്കുന്നവർ അങ്ങനെ പല പല കാരണങ്ങളാൽ അത്തരം ഒരു 5-10% ആളുകൾ കൂടി 10%-അല്ല 5%-എങ്കിലും ആളുകൾ അങ്ങനെ കൂടി നേരത്തെ ഉണ്ടായിരുന്നു എന്ന് വേണം ഒരു ഏകദേശ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആ 5% ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കുന്നു എന്നാണ്. സാധാരണഗതിയിൽ ഓരോ വർഷവും കൂടുന്നതിനനുസരിച്ചുള്ള ഒരു വർധനവ് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടില്ല എന്നതുകൂടി നമ്മൾ പ്രധാനമായും കാണണം. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയൊക്കെയുള്ള വോട്ടുകളെല്ലാം ഒഴിവാക്കപ്പെട്ടു അല്ലെങ്കിൽ ഒന്നിലേറെ വോട്ടുകൾ ഉള്ളതൊക്കെ അരിച്ചു മാറ്റപ്പെട്ടു
എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കൂടാനുള്ള സാധ്യത സ്വാഭാവികമായും ഉണ്ട്. പ്രത്യേകിച്ച് ജനങ്ങൾ തന്നെ കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിൽ ഇടതുമുന്നണിയും UDF നിൽക്കുമ്പോൾ, അത്തരം ഒരു പോരാട്ടത്തിന് അനുകൂലമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ജനങ്ങൾ കൂടുതലായി വോട്ട് ചെയ്യാൻ വരാനുള്ള സാധ്യത ഒന്ന്. രണ്ട്, വോട്ടർ പട്ടികയിലുള്ള ഈ തിരുത്തലുകൾ വന്നത് കാരണം കൂടുതലായ ആളുകൾ വന്നാൽ വോട്ടിംഗ് ശതമാനം സ്വാഭാവികമായും ഉയരും. മുൻകാലങ്ങളിൽ എല്ലാവരും എത്തിയാലും ഈ ഫേക്ക് വോട്ടർമാരെന്നോ അല്ലെങ്കിൽ ഇല്ലാത്ത വോട്ടർമാരെന്നോ ഒക്കെ പറയാവുന്ന പേരുകൾ കൂടി ഉണ്ടതിനാൽ ശതമാനം കുറഞ്ഞു നിൽക്കുമായിരുന്നു. അതുകൂടി ഇത്തവണ പരിഹരിക്കാൻ എന്തായാലും 5% വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയാണ്. നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ ഇതുവരെയുള്ള കണക്കുകളുടെ അനുസരിച്ച് നമ്മൾ നോക്കിയാൽ 5% വോട്ടിങ്ങിൽ വർധനമുണ്ടാകാനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. യെസ്, എന്തായാലും സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരക്കിട്ട ചർച്ചകളാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ആദ്യഘട്ട പട്ടികയെങ്കിലും പ്രഖ്യാപിക്കുക എന്നതിനാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പ്രാമുഖ്യം നൽകുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായ പശ്ചാത്തലമുണ്ട്. 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. കേരളത്തോടൊപ്പം തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം ഉൾപ്പെടെ ഉള്ള പുതുച്ചേരി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇത്തവണ മലബാർ മേഖലകളിൽ ആണ് കേരളത്തിൽ പ്രശ്നബാധിത ബൂത്തുകൾ അധികവും ഉള്ളത്. അവിടെ കേന്ദ്രസേനയെ വിന്യസിക്കുകയും പ്രത്യേക മോണിറ്ററിംഗ് സംവിധാനവും അതോടൊപ്പം തന്നെ CCTV ക്യാമറകൾ അടക്കം സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഏറ്റവും കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഒപ്പം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ഉള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ്, അതിൽ കൂടുതൽ സ്ഥിരതയാർന്ന വോട്ടർമാർ ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, സ്ഥിരം താമസമല്ലാത്തവർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടവർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, ഒന്നിലധികം ബൂത്തുകളിൽ വോട്ടുകൾ ഉള്ളവർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട ഒരു പട്ടികയാണുള്ളത്. കൂടുതൽ വോട്ടിംഗ് ശതമാനത്തിലേക്ക് അത് കടക്കുവാനുള്ള സാധ്യത കൂടിയാണ് മുന്നിൽ കാണുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ചിത്രം വ്യക്തമായിട്ടുള്ള ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം. ആ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലുവ. ആലുവയിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം എന്ത് എന്ന് വിശദമായി നോക്കാം.